പാർലമെന്റ് അതിക്രമ കേസിലെ മുഖ്യ ആസൂത്രകൻ ലളിത് ഝായെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുടെ ഫോണുകൾ കണ്ടെത്താൻ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഡൽഹി പോലീസ്. ലളിത് ഝായെ സഹായിച്ച രണ്ടുപേരും കസ്റ്റഡിയിലായി. ലളിത് ഝായെ വിശദമായി ചോദ്യം ചെയ്യാനായി 15 ദിവസത്തെ കസ്റ്റഡിയാണ് ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടതെങ്കിലും 7 ദിവസത്തെ കസ്റ്റഡിയാണ് പട്യാല ഹൌസ് കോടതി അനുവദിച്ചത്. സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. ഒളിവിൽ കഴിഞ്ഞ രാജസ്ഥാനിൽ വെച്ച് മൊബൈൽ ഫോണുകൾ കത്തിച്ചു കളഞ്ഞുവെന്നാണ് ലളിത് ഝായുടെ മൊഴി. അതിക്രമ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ച് കൊൽക്കത്ത ആസ്ഥാനമായ എൻജിഒയ്ക്ക് അയച്ച ശേഷമാണ് രാജസ്ഥാനിലെ നഗൌറിലേക്ക് കടന്നത്. പ്രതികൾ കഴിഞ്ഞ 15 ദിവസത്തിനിടെ വിളിച്ച 50 ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ലളിത്തിനെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച മഹേഷ്, കൈലാഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇതിൽ മഹേഷിന് അതിക്രമത്തെക്കുറിച്ച് നേരത്തെ വിവരമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിടിയിലായ വിശാലിന്റെയും ഭാര്യയുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതികളെ പാർലമെന്റ് സമുച്ചയത്തിലെത്തിച്ച് തെളിവെടുക്കാനാണ് നീക്കം. നിലവിൽ കസ്റ്റഡിയിലുള്ള 4 പ്രതികളെ ഗുരുഗ്രാമിലെ വിശാൽ ശർമ്മയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുക്കും. 24 ഡൽഹി.